We are doing the subtraction, right? Okay, I told you to do something. Exercise 4.1 in page number 120. Semester 1 textbook, page number 120, exercise 4.1. Okay. What is the answer for second? Is the present day period? Chedu. 600. Okay, I'll ask everyone. Alan Thomas, what did you get? Answer for the second question. Exercise 4.1 ile second question answer എന്താ കിട്ടിയത്? 987 minus 381. What's your answer? അതിന്റെ ആൻസർ എത്രയാ വായിച്ചേ മോനെ? ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്യാൻ പറഞ്ഞു, ചെയ്തില്ല? 3.1 ആണോ അത്? 4.1. Miss Takai Pua. Okay, can you hear me? Am I audible? Yes. Okay. Yes. Okay, Ajit Joseph, what is the answer for the second question? What did you get? 606. Okay, good. Next, Rishikesh, third question. Answer for the third question. 501. Malavika, fourth question. 320. 320. Sinan, fourth question. Answer for the fourth question. Where is Sinan Muhammad? കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലെങ്കിൽ യൂട്യൂബിൽ എന്താ ക്ലാസ് കാണാഞ്ഞത്? അതിൽ ഞാൻ പറഞ്ഞതല്ലേ, യൂട്യൂബിൽ ക്ലാസ് 4.1 എക്സസൈസ് 4.1. ക്ലാസ്സിൽ ലീവ് ആയിരുന്നു എന്നുള്ള എക്സ്ക്യൂസ് പറയാൻ പാടില്ല, കാരണം നിങ്ങൾക്ക് യൂട്യൂബിൽ ലിങ്ക് കിട്ടുന്നുണ്ട് അല്ലേ. പിന്നെ എന്താണ്, ക്ലാസ്സിൽ ഇല്ലായിരുന്നു എന്നുള്ളൊരു എക്സ്ക്യൂസ് പറയാൻ പറ്റത്തില്ല. യു കണ്ണോട്ട് സേ ദാറ്റ്. Okay, Kurian Joseph, fourth question. Answer for the fourth question. Say it quickly. Where did you go? Unmute and say. ഇവിടെ പറയാൻ കുറെ പേര് റെഡിയാണ്. ഞാൻ പറയാം. Okay, ആരാണ് പറഞ്ഞോ? Fourth question. Answer for the fourth question. 220. 220. Fourth one. 420. 420. Once again, just check it. Fourth one, 780 minus 460. What will you get when we subtract 4 from 7? 320. Okay, 320. He said it. 320. Okay, Anshi, fifth one. 203. 203. Okay. Eric, sixth one. 231. Jewel, seventh one. 205. Okay, and Anagha, eighth one. Anagha Suresh.
Okay, Aniha. Last 8th one. 322. ഓക്കെ, അപ്പൊ ഇതിൽ ആരൊക്കെയോ ചെയ്യാതെ ഇരിക്കുന്നുണ്ട്, പിന്നെ ക്ലാസ്സിൽ കയറിയില്ല എന്ന് പറഞ്ഞ് എക്സ്ക്യൂസ് പറഞ്ഞിട്ട് ചെയ്യാത്തവരുണ്ട്. അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. ഞാൻ ആ ക്ലാസ് കഴിഞ്ഞ പാട് ചെയ്യാൻ പറഞ്ഞതാണല്ലേ ഇത്. അത് ചെയ്തിട്ട് പോയാ മതി എന്നാ ഞാൻ പറഞ്ഞത്. എന്നിട്ടും ആരൊക്കെയോ ചെയ്യാത്ത പോലെ ഉണ്ട്. അങ്ങനെ ചെയ്യാതിരിക്കരുത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യാൻ പറയുന്നത്. നിങ്ങളത് ചെയ്ത് പഠിച്ചില്ലെങ്കിൽ ഇംപ്രൂവ് ആവില്ല. എക്സാമിന് നിങ്ങൾ തന്നെയല്ലേ ചെയ്യേണ്ടത്. മിസ്സോ ടീച്ചറോ മിസ്സോ അമ്മയോ അച്ഛനോ ഒന്നും ഹെൽപ്പിന് വരില്ല. യു ഹാവ് ടു ഡു ഇറ്റ് അലോൺ. അപ്പൊ അങ്ങനെ അപ്പൊ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ വീട്ടിൽ കിട്ടുന്ന സമയത്തൊക്കെ ഇതെല്ലാം വർക്ക്ഔട്ട് ചെയ്യണം. ഓക്കെ, ഇതിപ്പോ ഞാൻ എത്ര പറഞ്ഞു തന്നാലും ഞാനേ പഠിക്കുള്ളൂ, നിങ്ങൾ പഠിക്കില്ല. നിങ്ങൾ പഠിക്കണമെങ്കിൽ യു ഹാവ് ടു ഡു ഇറ്റ് യുവർ സെൽഫ്. ഓക്കെ, let's do addition with subtraction with regrouping. Let's continue with the exercise. അതിൽ കുറച്ച് എക്സാമ്പിൾസ് മാത്രം ഞാൻ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, എല്ലാവരും ചെയ്തവര് വെരി ഗുഡ്. ബട്ട് ചെയ്യാത്തവരൊന്ന് ശ്രദ്ധിക്കുക. ഒരു 2-3 എക്സാമ്പിൾ ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം വരുന്ന ക്വസ്റ്റ്യൻസ് എന്തോ ടെൽ മീ. പേജ് നമ്പർ 121. പേജ് നമ്പർ 121. So addition subtraction with regrouping ആണ്. നമ്മൾ ബോറോ ചെയ്യുന്ന മെത്തേഡ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കാം. ഞാൻ ഡെയിലി ഞാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിന് ചെയ്യാൻ പറയായിരിക്കും. ആൻസർ ഇതുപോലെ ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പം ആൻസർ പറയാതിരിക്കരുത്. എല്ലാവരും ഇനി പറയണം. ഇനി ആരെങ്കിലും ഞാൻ ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഹോംവർക്ക് വന്നിട്ട് ആൻസർ ചോദിച്ചു കഴിഞ്ഞ് പറയാതിരുന്നാൽ ഞാൻ 50 ടൈംസും 100 ടൈംസ് ഒക്കെ ഇമ്പോസിഷൻ തരും. ആ ക്വസ്റ്റ്യൻ 100 ടൈംസ് ഒക്കെ ചെയ്ത് പഠിക്കേണ്ടി വരും. അത് വേണ്ട. നല്ല കുട്ടികളായിട്ട് ഒരു തവണ ചെയ്യാം. ഓക്കെ ഓക്കെ. എല്ലാരും എഴുതിയില്ലല്ലോ. ഓക്കെ ഓക്കെ, എഴുതിയവരും എഴുതാത്തവരും ഉണ്ട്. ഞാനിപ്പം എന്തായാലും ഒരു 3 ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ടു ഡു ഇറ്റ് യുവർ സെൽഫ്. എഴുതിയവര് ചെയ്തു. വെരി ഗുഡ്. Now listen to me. Don't talk now. We are doing the subtraction. We are subtracting 149 from 278. 149 from 278. Okay. We will do the subtraction from we will start the subtraction from place of ones. Okay. Here it is 8 and 9. Can we subtract it? Can we subtract 9 from 8? No, we cannot. No. So we will borrow a 10. A 10 means 110. So നമ്മൾ റീഗ്രൂപ്പ് ചെയ്യും അല്ലേ. വൺസിനെയും ടെൻസിനെയും റീഗ്രൂപ്പ് ചെയ്യും. അല്ലെങ്കിൽ ബോറോ ചെയ്യും. ഇവിടുന്ന് ഒരു 10 ഇങ്ങോട്ടേക്ക് ബോറോ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ tens will become, there were initially 7 tens. Okay, ഒരു 10 കൊടുത്തു. ആർക്ക്? 8ന് കൊടുത്തു. But 7 will become what? Instead of, yeah, it will become 6, and 8 will become, how many ones will become? Yeah, there are 8 ones. There are 8 ones now. After borrowing, it will become 18 ones. Now it is 8 ones. After borrowing a 10 from 7, it will become 18 ones. Okay. Now you can do the subtraction very easily. 18 minus 9. Page number 121. Okay, 18 minus 9. Okay, wait. ഫൈനൽ ആൻസർ പറയണ്ട. ഞാൻ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ഇടയ്ക്ക് കയറി സംസാരിച്ചാൽ എനിക്ക് ദേഷ്യം വരും. കാരണം ലിസൺ ടു മൈ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ഫൈനൽ ആൻസർ എനിക്ക് വേണ്ട. എനിക്കറിയാം കുറെ പേർക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന്. പക്ഷെ ഞാനിത് ചെയ്യാത്തവർക്കും മനസ്സിലാത്തവർക്കും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. സോ ഡു നോട്ട് ഇന്ററാക്ട്. ഓക്കെ, ഞാൻ ചോദിച്ചതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി.
6 minus 4? 2. 2. Okay, now there is no change for this 2. 2 minus 1? 1. Okay, good. Okay, I'm doing the 10th question. Four, 6, 4, 464 subtract minus 326. 464 minus 326. Okay, can we subtract 6 from 4? No. No. So, okay, ഈ ചെറിയ നമ്പറിന് ബിഗ് നമ്പർ സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ അറിയുകയാണെങ്കിൽ immediately do the borrowing. Borrow a 10 from the nearest 10. Okay, place 10-നെ ones-നെയും tens-നെയും regroup ചെയ്യാം അല്ലെങ്കിൽ borrow ചെയ്യാം. ഇത് രണ്ടും ഒരേ മെത്തേഡ് ആണ്. Okay, 6-ന്ന് ഒരു 10 borrow ചെയ്യുമ്പോൾ ഓൾറെഡി ഉള്ള 4 ones-ഉം borrow ചെയ്ത ഒരു 10-ൽ എത്ര ones ഉണ്ട്? How many tens are there in 110? How many ones are there in 110? Actually 10 ones are 110. ഒരു 10 എന്ന് പറയുന്നത് 10 ones കൂടുമ്പോഴാണ് കിട്ടുന്നത്. Okay, so 4 plus ആ borrow ചെയ്ത ഒരു 10 അല്ലെങ്കിൽ 10 ones കൂട്ടി 4 will become what? 14. Yeah. 6 will become? 6 will become? 5. 5. Okay, now let's do the subtraction. 4 minus 6. Sorry, 14 minus 6. 8. 14 minus 6. 8. 14 minus 6 is 8. And 5 minus 2? 3. 3. 4 minus 3? 1. Okay, this is our answer. But 9-ഉം 10-ഉം ഞാൻ ചെയ്തു. ഇനി B സെക്ഷനിലെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ചെയ്യാം. Because everything is of the same. ഒരേ ക്വസ്റ്റ്യൻ ആണ്, ഡിഫറെന്റ് മെത്തേഡിൽ ചോദിച്ചു എന്നേ ഉള്ളൂ. Okay. Exercise 4.1-ല് B. Write in columns and subtract. Okay, ഇതിപ്പോ നേരെയാണ് തന്നിരിക്കുന്നത് അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്ന മെത്തേഡ് ഇങ്ങനെയാണ്. 928 minus 217. ഓക്കെ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. നാളെ തേഴ്സ്ഡേ അല്ലേ? ഓക്കെ, നാളെ വൈകിട്ട് 9 മണിക്കുള്ളിൽ യു ഹാവ് ടു ഫിനിഷ് 11, 12, 13, 14 4 ക്വസ്റ്റ്യൻസ്. ഓക്കെ, കുറെ പേര് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. ചെയ്യാത്തവര് നാളെ ഇപ്പൊ ടീച്ചർ 9-ഉം 10-ഉം കാണിച്ചില്ലേ, അതാണോ? യാ, എക്സസൈസ് എ ഇല്ലേ, സബ്ട്രാക്ട് എന്ന് പറഞ്ഞ് ചെയ്തത്. അപ്പോ നിങ്ങൾ അതില് കുറെ പേര് 8 വരെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. ജസ്റ്റ് ലിസൺ ടു മീ. ഡു നോട്ട് ഇന്ററപ്റ്റ്. ലെറ്റ് മീ സേ ഇറ്റ്. ഞാൻ ആദ്യം പറയട്ടെ, എന്നിട്ട് നിങ്ങൾ ഡൗട്ട് ചോദിക്കുക. ഞാൻ നിങ്ങൾക്ക് കേൾക്കേണ്ട കാര്യങ്ങളെല്ലാം കൂടിയാ പറയുന്നത്. ഓക്കെ, സോ 8 വരെ കുറെ പേര് ചെയ്തിട്ടുണ്ട്. ചിലര് 20 ക്വസ്റ്റ്യൻസ് ഫിനിഷ് ചെയ്തവരുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും 8 വരെ മിക്കവരും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി അതിനുശേഷം ചെയ്യാത്തവർ എന്ത് ചെയ്യണം? നാളെ 8 മണിക്ക് മുമ്പ് യു ഹാവ് ടു ഫിനിഷ് 10 I already did. 11, 12, 13, 14 4 ക്വസ്റ്റ്യൻസ്. നാളെ 4 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ച് വെക്കാം. ഓക്കെ, നാളെ കഴിഞ്ഞിട്ട് നമുക്ക് എന്താ, we have a class after tomorrow, right? Day after tomorrow we have maths class, no? On Friday? No. Don't we? Yes. Yeah, we have class on Friday. Yes. Okay, so 11, 12, 13, 14, 15, up to 15 you have to complete up to 15, not 14. 15 വരെ ചെയ്യാത്തവര് 15 വരെ ഫിനിഷ് ചെയ്യുക. നാളെ ഒരു ഫസ്റ്റ് മീൻസ് ഫ്രൈഡേ
ഒരു ഫസ്റ്റ് ഫ്യൂ മിനിറ്റ്സ് ഞാൻ ഈ ആൻസർ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. അപ്പൊ ചെയ്തില്ല, ക്ലാസ്സിൽ വന്നില്ല എന്ന് എക്സ്ക്യൂസ് പറഞ്ഞാൽ ഞാനത് ഇമ്പോസിഷൻ തരുള്ളൂ. എനിക്ക് നല്ല ദേഷ്യം വരും. കാരണം ഞാൻ ഒരു തവണ ഞാൻ ക്ഷമിച്ചു വിട്ടതാണ്. യു ഹാവ് ടു ഡു ഇറ്റ്. ഓക്കെ, ചെയ്തിരിക്കണം. 11 തൊട്ട് 15 വരെയുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, ബാക്കി ഞാൻ എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് പറയാം. ഇനി റൈറ്റ് ഇൻ കോളംസ് അതെങ്ങനെയാ ചെയ്യേണ്ടത് വെച്ചാൽ ഇറ്റ്സ് വെരി സിമ്പിൾ. ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നേ ഉള്ളൂ. 928 minus 270. That's our question. And we are asked to do write in columns and subtract. ഈ തന്നിരിക്കുന്ന ക്വസ്റ്റിനെ കോളംസിൽ എഴുതാം. കോളംസിൽ എഴുതാന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഫസ്റ്റ് ബിഗർ നമ്പർ എഴുതാം, മൈനസ് 270. ഇത് നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത എക്സാമ്പിൾ പോലെയാണ്. ഇത്ര ആയി കഴിഞ്ഞാൽ we can simply do the subtraction, right? Yeah. What is 8 minus 7? What is 8 minus 7? 1. 2 minus 1? 1. 9 minus 2? 7. This is our answer. Okay. So, another question. The next question, second question, 325 minus 124. So, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് write in columns and subtract. ഫസ്റ്റ് നമ്മൾ കോളത്തിൽ എഴുതണം, അതിനുശേഷം സബ്ട്രാക്ട് ചെയ്യാം. കോളത്തിൽ എഴുതാന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒന്ന് മേലെ ഒന്ന് താഴെയായിട്ട്, മീൻസ് ബിഗർ നമ്പർ ടോപ്പിലും സ്മോളർ നമ്പർ താഴെയായിട്ടും എഴുതുന്ന മെത്തേഡാണ്. ഓക്കെ, സോ വിച്ച് നമ്പർ വിൽ കം ഫസ്റ്റ് ഇൻ ദിസ് ക്വസ്റ്റ്യൻ? 325 minus 124. 325. Yeah, 300. Okay, of course the first number comes on the top and the second number comes just below that. Okay, ഇതില് ബിഗർ വാല്യൂ മീൻസ് ഏത് വാല്യൂ എന്നാണ് നമ്മളത് സബ്ട്രാക്ട് ചെയ്യുന്നത് അതിനെ മിനുവെന്റ് എന്നാ പറയാ. ഏത് വാല്യൂ ആണോ സബ്ട്രാക്ട് ചെയ്യുന്ന വാല്യൂവിനെ നമ്മൾ സബ്ട്രഹെൻഡ് എന്ന് പറയും. അതിന്റെ ആൻസർ നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ ആണ് ഡിഫറൻസ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയറിലാണ് പഠിക്കാനുള്ളത്, ബട്ട് ഇപ്പോഴേ ഓർത്ത് വെച്ചോ. ദിസ് ഇസ് മിനുവെന്റ്, സബ്ട്രഹെൻഡ്. Our answer will be the difference. ആൻസറിനെ നേരത്തെ ആഡ് ചെയ്യുമ്പോൾ സം എന്ന് പറയില്ലേ, അതേപോലെ സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന ആൻസറിനെ ഡിഫറൻസ് എന്ന് പറയും. ഓക്കെ, ലെറ്റ്സ് ഡു ഇറ്റ്. ഇറ്റ്സ് വെരി സിമ്പിൾ. നോ നീഡ് ഓഫ് എനി ബോറോയിങ്. റീഗ്രൂപ്പിംഗിന്റെ ഒന്നും ആവശ്യമില്ല. 5 minus 4? 1. 2 minus 2? 1. 0. Okay, 3 minus 1? 2. 2. This is this is our answer. 201. That is the answer. So, is subtraction did you understand the subtraction with regrouping and without regrouping? Arkele doubt undo? Do you have any doubt? No. Ellarku ariyam. Okay. ഓക്കെ, അപ്പൊ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ആഴ്ചയിൽ ഓരോ വീക്ക് കുറച്ച് പ്രോബ്ലം വീതം വർക്ക്ഔട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ക്ലാസ്സിൽ വന്നിട്ട് ഇതേപോലെ ഓരോരുത്തരെ കൊണ്ട് ആൻസർ വായിപ്പിക്കാം. ഓക്കെ ഓക്കെ അപ്പൊ അന്ന് ഞാൻ ക്ലാസ്സിൽ ആൻസർ വായിപ്പിക്കുമ്പോൾ ആൻസർ തെറ്റിയാല് ഇറ്റ്സ് ഓക്കെ ഫോർ മീ. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് തെറ്റിപ്പോയതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ക്ഷമിക്കും. പക്ഷെ ചെയ്യാതെ വരുന്നതും ക്ലാസ്സിൽ കയറിയില്ല എന്ന് പറഞ്ഞിട്ട് എക്സ്ക്യൂസ് പറയുന്നതും ഇത് രണ്ടും ഞാൻ എക്സ്ക്യൂസ് തരില്ല. ഓക്കെ ഓക്കെ Now let's move on to the next portion. Subtraction of എന്തോ ഞാൻ 18 വരെ ചെയ്തു. ഹോംവർക്ക് ഹോംവർക്ക് അല്ല, ഞാൻ ഹോംവർക്ക് ആയിട്ട് തരുന്നില്ല. ഇത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഇപ്പൊ എന്തായാലും ഞാൻ 15 വരെ ഫിനിഷ് ചെയ്യാൻ പറഞ്ഞില്ല. I told you to finish up to 15.
Then അതുവരെ തൽക്കാലം എല്ലാവരും ഫിനിഷ് ചെയ്യട്ടെ. ഞാൻ ഓരോ ഡേയിലും ഓരോ പ്രോബ്ലംസ് ഇത്ര തൊട്ട് ഇത്ര വരെ എന്ന് ഒന്നെങ്കിൽ ക്ലാസ്സിൽ പറയും അല്ലെങ്കിൽ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടും. ഓക്കെ, ഒരുപാട് നമ്പർ ഒന്നും തരില്ല. മാക്സിമം 5 ക്വസ്റ്റ്യൻസ് ഞാൻ ഒരു ദിവസം ചെയ്യിപ്പിക്കും. ഓക്കെ, നമുക്ക് ഗ്രാജുവലി പഠിക്കാം. Okay, let's do the subtraction of 4-digit number. So far we were discussing about the subtraction of 3-digit number. Now moving on to the 4-digit number. Okay, 4-digit number ആണ്. 4-digit number എന്ന് പറയുമ്പോൾ what is the first example we have to consider? Subtraction without regrouping, without borrowing, without regrouping. That is really easy. അത് ഇപ്പൊ എത്ര വലിയ ഡിജിറ്റ് ആയാലും you can do that. ഓൺലി നിങ്ങളത് ശ്രദ്ധിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ, വേറൊന്നുമില്ല. കാരണം വിത്തൗട്ട് റീഗ്രൂപ്പിംഗ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്പറിലെ എല്ലാ പ്ലേസിലും, എല്ലാ മീൻസ് പ്ലേസ് ഓഫ് വൺസ്, പ്ലേസ് ഓഫ് ഹൺഡ്രഡ്സ്, പ്ലേസ് ഓഫ് വൺസ്, പ്ലേസ് ഓഫ് ടെൻസ്, പ്ലേസ് ഓഫ് ഹൺഡ്രഡ്സ്, പ്ലേസ് ഓഫ് 1000, ഇവിടെ എല്ലാം വരുന്ന വാല്യൂ താഴെയുള്ള നമ്പറിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. അപ്പൊ നമുക്ക് ബോറോയിങ്ങിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല ഈ വിത്തൗട്ട് റീഗ്രൂപ്പിംഗ്, സബ്ട്രാക്ഷൻ വിത്തൗട്ട് റീഗ്രൂപ്പിംഗ് എന്ന പോർഷനിൽ. ഓക്കെ, ഇതുപോലെ see, look at the place of ones. 4 is greater than 1. We can easily subtract it. 4 minus 1, 3. Then here 5 is greater than, place of tens consider ചെയ്യുമ്പോൾ 5 is greater than 2. അപ്പൊ നമുക്ക് no need to borrow അല്ലെ, ബോറോയിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല, മീൻസ് റീഗ്രൂപ്പിംഗിന്റെ ആവശ്യമില്ല. Just subtract 2 from 5 and we will get 3. Yeah. 3. Now look at the place of hundreds. Consider the place of hundreds. 3. Yeah. Here in the place of hundreds, here it is 8, it is 6. And we know that 8 is greater than 6 and we can easily subtract 6 from 8. And we will get 2. Yeah, 8 minus 6 equal to 2. And finally, it is a place of thousands. It is a place of 1000. There are 7 thousands in the first number, and the second number there are 6,000. So when we subtract 6,000 from 1,000, we will get 1. Yeah. So this is the answer. This kind of subtraction is really easy. ഇത് നിങ്ങളല്ല സെക്കൻഡ് ക്ലാസ്സിലെ കുട്ടികൾ വരെ ഈസി ആയിട്ട് ചെയ്യും. സെക്കൻഡ് ക്ലാസ് അല്ല, ചിലപ്പോൾ ഫസ്റ്റ് ക്ലാസ് ഞാൻ മാത്സ് എടുക്കുന്നില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. ഓക്കെ, അപ്പം വിത്തൗട്ട് റീഗ്രൂപ്പിംഗ് അത് എത്ര ബിഗ് വാല്യൂ ആണെങ്കിലും ഐ നോ യു വിൽ ഡു ഇറ്റ് വെരി ഈസിലി. വേണം ഞാനൊരു എക്സാമ്പിൾ തരാം നിങ്ങൾക്ക് ചുമ്മാ ചെയ്ത് പഠിക്കാൻ. Okay. I know you are able to do the subtraction. Each subtraction ചെയ്യാൻ നിങ്ങൾക്ക് easy ആണ്. I know that. Just tell me the answer. 5 minus 3. 2. 8 minus 6. 4 minus 4 minus 2. 2 minus 1. 2. 6 minus 4. 2. 6 minus 4. 2. Okay. 8 minus 3. 8 minus 3. 5. So here is nothing. We can write 5 over there. Okay. This is our final value. ഇതാണ് നമ്മുടെ difference. This is the difference between these two numbers. ആ രണ്ട് നമ്പേഴ്സ്, സോറി അത് വിടിയോ, ഞാൻ എന്തോ കറക്റ്റ്. ഓക്കെ, അത് ഡിലീറ്റ് ആയി, സോ നോ പ്രോബ്ലം. കോട്ടെ, അപ്പം യു ക്യാൻ ഡു എത്ര ബിഗ് വാല്യൂ ആണെങ്കിലും വിത്തൗട്ട് റീഗ്രൂപ്പിംഗ് ഉള്ള സബ്ട്രാക്ഷൻ ഇറ്റ്സ് റിയലി ഈസി ഫോർ എവറി വൺ. ഓക്കെ, ബേസിക് സബ്ട്രാക്ഷൻ 10 ബിലോ ഉള്ള രണ്ട് നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്യാൻ അറിയാവുന്ന ആർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് subtraction without regrouping. With regrouping it is also easy, പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യണം. Okay, let's do the subtraction with regrouping. Consider the numbers
4,473. This is our first number or minuend. ഇതാണ് നമ്മുടെ minuend. അതിലെ subtrahend is A. Please mute yourself. ആരുടെയോ വീട്ടിൽ നിന്ന് സൗണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. മ്യൂട്ട് ചെയ്യുക. 2,355. This is our subtrahend. We need to find the difference. Okay. 4,000. We need to subtract 2,355 from 4,473. We have to find the difference of these two numbers. ഈ രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസ് കാണാം. അല്ലെങ്കിൽ subtract 2,355 from 4,473. Find the difference എന്ന് പറഞ്ഞാലും subtract these numbers എന്ന് പറഞ്ഞാലും ഒരേ മീനിങ് മീൻസ് ഒരേ പ്രൊസീജിയർ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. Okay. Let's start from the place of ones. നമ്മൾ subtractionും additionും we will always start it from the place of ones. ഒരിക്കലും 1000ന്റെയും 10,000ന്റെയും place നിന്നായിരിക്കില്ല സ്റ്റാർട്ട് ചെയ്യുക അല്ലേ? We will start it always from the place of ones. Okay, consider the numbers in the place of ones. Here it is. Here there are 3 ones. Here it is 5 ones. There are 5 ones in the second number. Here there are 3 less than 5 greater than. Okay, we know we cannot subtract 5 from 3 because 3 is less than 5. So we need to do the regrouping. Yeah, we are going to do the regrouping. Regrouping ന് വേണ്ടിയിട്ട് പറഞ്ഞ മെത്തേഡ് ആണ് it is borrowing. Okay, listen to me. Don't talk now. I'm going to explain something. Okay. 3 is in the place of ones. 3 is in the place of ones. 7 is in the place of tens. 4 is in the place of hundreds. And again, 4 is in the place of thousands. Yeah. Now, here it is the 4. How many tens are here? There are 7 tens. 7. Yeah. So 3 is borrowing a 10. Okay. 7 10 ഉള്ളതിൽ നിന്ന് ഒരു 10 3 borrow ചെയ്യാണ്. അപ്പൊ 3യുടെ അടുത്ത് ആക്ച്വലി എല്ലാം എന്താണ് ones ആണ് അല്ലേ? There are 3 ones. ഈ പ്ലേസിലുള്ളത് ones ആണ്. വൺസിലേക്ക് ഈ 7ന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ഒരു 10 ഇവിടെ എത്തുമ്പോ എത്ര ones ആയി? 110 equal to 10 ones. Yeah. So we will get 30. Okay. അവിടെ ഓൾറെഡി ഉള്ള 3 onesഉം 7ന്റെ അടുത്ത് നിന്ന് borrow ചെയ്ത 10 onesഉം കൂടിയിട്ടാണ് അവിടെ 13 നമുക്ക് കിട്ടിയത്. So this 3 will become what? 30. Yeah, that 3 will 30. become 13. And 7 will become what? 6. Yeah, 7 will become 6. 7 will become 6. So we have done the regrouping. നമ്മള് onesനെയും tensനെയും regroup ചെയ്തു. Ones are regrouped as 13. Tensനെ 6 ആയിട്ടും regroup ചെയ്തു. Let's do the subtraction now. Okay. Okay. 3 has become 13, right? 3 is 13 now. What is 13 minus 5? 8. Okay. 8. ഇനി regrouping. Okay, regrouping ചെയ്ത് കഴിഞ്ഞ് subtraction ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഈ 9ഉം 8ഉം എന്നൊക്കെ പറഞ്ഞ് ചെറിയ രീതിയിൽ നമ്മൾ തെറ്റുവരുത്തും. പക്ഷെ അത് you have to be sure. അത് എഴുതുന്നതിന് മുമ്പ് ഒന്നുകൂടെ ചിന്തിക്കാം. Okay. So 13 minus 5, we will get 8. Now, instead of 7, we have what? We have 6. Instead of 7, we have 6. What is 6 minus 5? 1. Okay, 6 minus 5, we have 1. So here, no problem. We know 4 is greater than 3. No need to borrow anything. So 4 minus 3? 1. And 4 minus 2? 2.
This is our answer, 2118. This is the difference between the two numbers, or this is the answer we get when we subtract 2355 from 4473. Is it clear to you? Is it? Yes. Yeah. Everyone, is it clear for everyone? എല്ലാവർക്കും മനസ്സിലായോ? Yes, miss. Yes. Yes. ആർക്കെല്ലാം മനസ്സിലാവാതെയുണ്ടോ? നോക്കട്ടെ, No. ഞാൻ എല്ലാവരും ഒന്ന് നോക്കട്ടെ. മനസ്സിലാവാത്തവര്, ഓക്കെ, all of you hands down. മനസ്സിലാവാത്തവരെ കൈപൊക്ക്. ആരുമില്ല. ഓക്കെ, എന്നാലും ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ, ഐ നോ നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് നല്ലപോലെ അറിയാം. പക്ഷേ ഓക്കെ, ഈ ടൈപ്പ് വേണ്ട. ഒരു നെക്സ്റ്റ് ടെൻസും വൺസും ഹൺഡ്രഡ്സും റീഗ്രൂപ്പ് ചെയ്യുന്ന നമ്പർ പറയാം അല്ലെ. ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വിൽ ബി ഈസി ഫോർ യു. നിങ്ങൾക്ക് ഈ ഒരെണ്ണം ഈസിയാണ്, കാരണം ഇത് നമ്മൾ 3 ഡിജിറ്റ് നമ്പർ ചെയ്ത അതേ മെത്തേഡ് ആണ് അല്ലെ. Okay, so another example, subtract, okay, 2455, oh, namukku 2 minutes time, 2455 minus what, 1286, 2455 minus 1286. Okay, can we subtract 6 from 5? No. No, so let's borrow. Okay, borrow cheyumbo 5 will become what? 15. Okay, 5 will become 15, and the regroup cheyumbo 5 ones will become 15 ones, and 10s will become 5 10s will become 4. yeah 4 10s. Okay, now let's do the subtraction. 15 minus 6, 9. we will get 9. Okay, so come back to here. Here there are 4 10s, and here it is 8 10s. Can we subtract 8 from 4? No. No, we cannot. So again we need to borrow. ഇപ്പൊ നമ്മൾ എവിടുന്നാ borrow ചെയ്യുന്നത്? It was the place of ones, place of tens, place of hundreds, and place of thousands. അപ്പോ തൊട്ട് അതിന്റെ ഈ 4ന്റെ തൊട്ട് ലെഫ്റ്റിലുള്ള 4 എന്നാണ് ഇനി നമ്മൾ borrow ചെയ്യുന്നത് അല്ലെ. Here it is the 4. ഇത് 1000ന്റെ പ്ലേസിലാ ഉള്ളത്. 1000ന്റെ പ്ലേസിന്ന് ഒരു 1000 ഈ 10ന്റെ പ്ലേസിലുള്ള, no, it is not in the place of 1000, it is in the place of hundreds അല്ലേ. hundreds ആണ്. ഒരു 100 എന്ത്, ഈ 4ൽ നിന്ന് ഒരു 100 മീൻസ് ഈ തൊട്ടടുത്തുള്ള സ്മോൾ വാല്യൂ ആയിട്ടുള്ള 4 കൊടുക്കും അല്ലെ. അപ്പൊ ഓൾറെഡി അവിടെ എത്ര ടെൻസ് ഉണ്ട്? ഈ 4 is in the place of tens ആണ്. ഓൾറെഡി എത്ര ടെൻസ് ഉണ്ട്? there are 4 tens. okay, 100 എന്ന് borrow ചെയ്യുന്നത് ഒരു 100 ആണ് അല്ലെ. 100 is borrowing from 100. ഒരു 100 എന്ന് പറഞ്ഞാൽ എത്ര അറിയോ? it is equal to 10 tens. 10 tens ആണ്. okay, അപ്പൊ borrow ചെയ്ത് ഓൾറെഡി ഉള്ള ഒരു 4ഉം borrow ചെയ്ത 10 tens കൂടി how many tens